ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ടിമ്മുനെ എങ്ങനെയാണ് നമ്പേഴ്സ് പഠിപ്പിച്ചതെന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്പേഴ്സ് ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതിനെ 5 സ്റ്റേജസ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. ആദ്യം കൗണ്ട് ചെയ്യാൻ പഠിപ്പിച്ചു, പിന്നെ നമ്പേഴ്സ് എങ്ങനെ റിക്കഗ്നൈസ് ചെയ്യാന്നുള്ളത് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷം ഓരോ നമ്പേഴ്സ് ഉണ്ടാക്കി ഞങ്ങൾ പ്ലേ ഡൗ അല്ലെങ്കിൽ ചപ്പാത്തിക്ക് നമ്മൾ കുഴയ്ക്കുന്ന മാവ്, ഇയർബഡ്സ്, പിന്നെ തീപ്പെട്ടിക്കൊള്ളി, അങ്ങനെ ഓരോ സാധനങ്ങളോടെ ഞങ്ങൾ നമ്പേഴ്സ് ഉണ്ടാക്കി. പിന്നീട് ഞാൻ നമ്പേഴ്സ് ട്രേസ് ചെയ്യാൻ കൊടുത്തു. അതിന് ശേഷമാണ് എഴുതാൻ കൊടുത്തത് കേട്ടോ. നമ്പർ റെക്കഗ്നിഷനും കൗണ്ടിങ്ങും ഒന്നിച്ച് ചെയ്യണവരുണ്ട്. അല്ലെങ്കിൽ ആദ്യം നമ്പർ റെക്കഗ്നൈസ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ കൗണ്ട് ചെയ്യണവരുണ്ട്. പല മെത്തേഡ്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫോളോ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ഈ മെത്തേഡാണ് ഫോളോ ചെയ്തത്. ആദ്യം ഞാൻ കൗണ്ട് ചെയ്യാനാണ് പഠിപ്പിച്ചത്. കൗണ്ട് ചെയ്യാൻ പഠിച്ച ശേഷമാണ് ഞാൻ നമ്പർ റെക്കഗ്നൈസ് ചെയ്യിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യത്തെ സ്റ്റേജായ കൗണ്ടിങ്ങിന് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഞങ്ങൾ ചെയ്തതെന്നെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ കൗണ്ടിങ് ആക്ടിവിറ്റി എന്താ വെച്ചാൽ കൗണ്ട് ദ സ്നാക്സ് ഓർ ഫുഡ്. പൊതുവേ കുട്ടികൾ ഒരു 15-20 മിനിറ്റ്സ് ഒതുങ്ങിയിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അത് ഫുഡ് ടൈം അല്ലെങ്കിൽ അവരുടെ സ്നാക്ക് ടൈമിലായിരിക്കും അല്ലേ. ഫുഡ് ടൈം, സ്നാക്ക് ടൈം അതൊക്കെ നമ്മൾ നല്ലോണം യൂട്ടിലൈസ് ചെയ്യണം ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കണം 1 2 1 2 this is 2 1 2 3 1 2 3 this is 3. നമ്മൾ എന്താണോ പറയുന്ന കുട്ടികൾ അത് നോക്കി ഇമിറ്റേറ്റ് ചെയ്യും. ഡെയിലി സ്നാക്സ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് കൊടുത്താൽ അവർ കൗണ്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. നെക്സ്റ്റ് ഉള്ള ആക്ടിവിറ്റിയാണ് ലെഗോസിനെ കൗണ്ട് ചെയ്യിപ്പിക്കാൻ. അല്ലെങ്കിൽ ടോയ്സ്, അങ്ങനെ ഏത് വേണേലും നമുക്ക് കൗണ്ട് ചെയ്യിപ്പിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാച്ചാൽ ഒരെണ്ണം എടുത്ത് വെക്കുക. കുട്ടികളോടും സെയിം അതേപോലെ ഒരെണ്ണം എടുത്ത് വെക്കാൻ പറയാം. അപ്പോൾ 1 ബ്ലോക്സ് കൊണ്ട് ഓരോന്ന് ഉണ്ടാക്കുമ്പോൾ എത്ര ബ്ലോക്സ് ആണ് എടുത്ത് വെക്കുന്നത് അത്രയും നമ്മൾ 1 2 3 4 5 നമ്മൾ കൗണ്ട് ചെയ്ത് എടുത്ത് വെക്കണം. അപ്പോൾ കുട്ടികളും അതേപോലെ ഇത് കൗണ്ട് ചെയ്ത് അവർ എടുത്ത് വെക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി സ്റ്റിക്ക് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ്. അത് നമുക്ക് എന്ത് വേണേലും എടുക്കാം കേട്ടോ. സ്റ്റിക്ക് ചെയ്യുന്ന പോലത്തെ സാധനങ്ങൾ ഞാനിപ്പോൾ കുറച്ച് ലീവ്സും സ്ട്രിപ്സും ഐസും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ട്രീ പോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ലീവ്സ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് കുറച്ച് ലീവ്സ് സ്റ്റിക്ക് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം ഒരു ലീഫ് എടുക്കുക, എന്നിട്ട് 1, നെക്സ്റ്റ് 2 1 2 നെക്സ്റ്റ് 1 2 3 ലീവ്സ്, അങ്ങനെ കൗണ്ട് ചെയ്യിപ്പിക്കുക. പിന്നെ ഈ സ്റ്റിക്കിങ്ങിൽ തന്നെ വേറെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. അത് ടിമുന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ. ഇത് ചിലപ്പോൾ ഞാൻ ഇതുപോലെ സ്ട്രിപ്സ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ കളർഫുൾ വുള്ളൻ ത്രെഡ്സ് ഇല്ലേ, അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പറയും, അയ്യോ ഈ ജെല്ലി ഫിഷിന് ടെയിലൊന്നും ഇല്ലല്ലോ പൊന്ന, നമുക്ക് ടെയിൽ ഒട്ടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഓക്കെ എന്നാണ്. അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇതൊക്കെ ചെയ്യുമ്പോൾ. എന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ 1 2 3 4 5 അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളത് സ്റ്റിക്ക് ചെയ്യും കേട്ടോ. ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നിട്ട് വേണം എത്രയാണ് സ്റ്റിക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ എത്ര നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ ചോദിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക കേട്ടോ. പിന്നെ ടിമോന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത് കേട്ടോ. ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യാൻ നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിലൂടെ നമുക്ക് കൗണ്ടിങ് പഠിപ്പിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഹാൻഡ്സിനെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കുക. എത്ര വട്ടം ഹാൻഡിനെ പ്രിൻറ്റ് ചെയ്യുന്ന, അതേപോലെ മോൺസ്റ്ററിന് ഫെദേഴ്സ് നമ്മൾ കൗണ്ട് ചെയ്യിപ്പിക്കണം. ഇതുപോലത്തെ ആക്ടിവിറ്റീസിലൊക്കെ കൗണ്ടിങ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവർക്ക് വളരെ ഈസി ആയിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കുട്ടികൾ മറക്കൂല്ല കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ നോർമൽ ഹാൻഡ് പ്രിൻറ്റിങ് ആക്ടിവിറ്റി ആണ്. ഇതിലും ഞാൻ കൗണ്ടിങ് പഠിപ്പിക്കും. കൗണ്ടിങ്, കളേഴ്സ് അതൊക്കെ നമ്മൾ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. ഓരോ ഹാൻഡ് വയ്ക്കുമ്പോഴും 1 2 അങ്ങനെ പറഞ്ഞ് വെപ്പിച്ചതാണ്. നമ്മൾ ബുക്കിലും പേപ്പറിലും ഇരുന്ന് അങ്ങനെയൊക്കെ പഠിപ്പിച്ച കുട്ടികൾക്ക് ഭയങ്കര ബോർഡാവും കേട്ടോ. ഇതുപോലത്തെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കളികളിലൂടെ വേണം നമ്മൾ അവരെ എന്തും പഠിപ്പിക്കാൻ. അപ്പോൾ അവർ ഇരിക്കുകയും ചെയ്യും, അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നെക്സ്റ്റ് ഉള്ള ആക്ടിവിറ്റി എന്താ വെച്ചാൽ
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജെല്ലി ഫിഷിനെ തന്നെ എടുക്കാം. ജെല്ലി ഫിഷിൻ്റെ ടെയിൽസ് ഇങ്ങനെ കൗണ്ട് ചെയ്ത് ചിക്കിപ്പിക്കാം. പിന്നെ ജെല്ലി ഫിഷിൻ്റെ ചുറ്റിലും എത്ര ബബിൾസ് ഉണ്ട് കൗണ്ട് ചെയ്ത് പറയും. പിന്നെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ കാണണതൊക്കെ കൗണ്ട് ചെയ്യും. പുറത്ത് പോകുമ്പോൾ ഇതുപോലെ പ്ലാന്റ്സ്, വണ്ടികൾ, പാർക്ക് ചെയ്തിട്ടുള്ള വണ്ടികൾ, അങ്ങനത്തെ ഓരോന്നൊക്കെ ഇങ്ങനെ കൗണ്ട് ചെയ്യും. പിന്നെ വീട്ടിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ എത്ര ഡോർ, എത്ര ചെയർസ് ഉണ്ട്, എത്ര പില്ലോസ് ഉണ്ട്, ഓരോന്ന് എത്ര സ്വിച്ചസ് ഉണ്ട്, എത്ര ഫാൻ ഉണ്ട്, അതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യിപ്പിക്കാം. എവിടെ ചെന്നാലും കൗണ്ടിങ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ കുളിക്കാൻ ചെന്നാലും അതെ 3 സോപ്പുണ്ട്, അങ്ങനെ ഓരോന്ന് കണ്ടിന്യൂസ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് കൗണ്ടിങ് ഈസി ആയിരിക്കും കേട്ടോ. കൗണ്ടിങ് ഒക്കെ കുട്ടികൾ വേഗം പഠിക്കും. പിന്നെ ഞാൻ ഒരു ആക്ടിവിറ്റി എന്താ ചെയ്ത് വെച്ചാൽ, ഞങ്ങൾക്ക് ബെഡ് ടൈമിന് മുന്നേ എപ്പോഴും കുറച്ച് ബുക്സ് റീഡിങ് ടൈം ഉണ്ട്. ബുക്സ് കുറച്ച് റീഡ് ചെയ്യും. ബുക്ക് ഈ പാ പെട്രോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെ റീഡ് ചെയ്യുമ്പോൾ ഇവിടെ ചോദിക്കും ഞാൻ എത്ര പാ പെട്രോൾ ഉണ്ട്, നമുക്ക് എണ്ണി നോക്കിയാലോ. കൗണ്ട് ചെയ്യും. 1 2 3 4 5 6 പാ പെട്രോൾസ് ഉണ്ട്. എത്ര ഫ്രണ്ട്സ് ഉണ്ട് പാ പെട്രോൾസിന് നമുക്ക് കൗണ്ട് ചെയ്താലോ. 1 2 they have 2 friends. അങ്ങനെ വീണ്ടും അവരോട് ചോദിക്കുക, മോള് കൗണ്ട് ചെയ്ത് പറഞ്ഞേ എത്ര പാ പെട്രോൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് പറഞ്ഞെന്ന് ചോദിക്കുക. അപ്പോൾ ഓരോ സ്റ്റോറി റീഡ് ചെയ്യുമ്പോഴും നമുക്ക് അവിടെ പിക്ചേഴ്സിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും കൗണ്ട് ചെയ്യണ പോലെ. ഇപ്പം ഇതിൽ നോക്കുമ്പോൾ എത്ര പാ പെട്രോൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യിപ്പിക്കുക. 1 2 3. സോ ദർ ആർ 3 പാ പെട്രോൾസ്. എത്ര ഫ്രണ്ടാണുള്ളത് ചോദിക്കുക. അപ്പോൾ 1. എത്ര വെഹിക്കിൾസ്. ആദ്യം നമ്മൾ കൗണ്ട് ചെയ്ത് കാണിച്ചിട്ട് പിന്നെ അവരോട് കൗണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ അവർക്ക് കൗണ്ട് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. പിന്നെ ഇത് അവർക്ക് ഇഷ്ടമുള്ള ബുക്സ് ആകുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റോറി ബുക്സിലുള്ള പിക്ചേഴ്സ് ഓരോന്നിനെ കൗണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇത് വളരെ നല്ല ഒരാക്കം, വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സ്റ്റെയർ കയറി ഇറങ്ങുമ്പോൾ കൗണ്ട് ചെയ്യാം. കണ്ടിന്യൂസ് കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരാഴ്ച ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മൾ മറന്നാലും അവർ കൗണ്ട് ചെയ്ത് തുടങ്ങും. സോ കൗണ്ടിങ് ടീച്ച് ചെയ്യുന്നത് കുട്ടികൾക്ക് വളരെ ഈസിയാണ് കേട്ടോ. ടെൽ മീ ദ നമ്പർ ഓഫ് ബീഡ്സ് ഇൻ ദ റാറ്റിൽ. 1 2 3 4 5 6. How many orange Legos are there? 1 2 3 4 5. Very good. How many yellow Legos are there? വെരി ഗുഡ്. അടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചിമ്മുനെ എങ്ങനെ നമ്പേഴ്സ് റെക്കഗ്നൈസ് ചെയ്യിപ്പിച്ചെന്നുള്ളതിനെ കുറിച്ച് പറയാം കേട്ടോ. എന്നാൽ അതുവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.